السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. തഹജ്ജുദ് നിസ്കാരം അത് നിർവഹിക്കാൻ സാധ്യമാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഒറ്റക്കിരുന്ന് സംഭാഷണം നടത്താൻ, റബ്ബിനോട് സംസാരിക്കാൻ, അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. പ്രത്യേകിച്ച് രാത്രിയുടെ അവസാനത്തെ ഭാഗമാകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, പ്രത്യേകമായി കാരുണ്യം അവൻ വർഷിക്കുന്ന സമയമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, ഓരോ രാത്രികളിലും ആരുണ്ടെന്നോട് ദുആ ചെയ്യുന്നവൻ അവൻ ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ്, ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവൻ, പാപമോചനം തേടുന്നവൻ പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ സമയം പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു സൗഭാഗ്യമായി തീരുകയും, അതിൻ്റെ പുറമെ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തികൾ നരകത്തിൽ കടക്കുകയില്ല എന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടുകൂടെ റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ മഹാനവർകൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് കഴിയാൻ മഹാനവറുകൾ വല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിച്ച് അതിൻ്റെ ഭാഗമായി മുത്തുനബി എന്തു ചെയ്യുന്നുവോ അതങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ള രീതി മഹാനവറുകൾക്കുണ്ടായിരുന്നു. മഹാന്മാരാണ് സ്വഹാബത്ത് പലരും അവർ കണ്ട സ്വപ്നങ്ങളും മറ്റൊക്കെ മുത്തുനബിയോട് പറയുമ്പോൾ മഹാനവറുകളും ആഗ്രഹിച്ചിരുന്നു, അല്ലാഹുവേ എനിക്കും നല്ല നല്ല സ്വപ്നങ്ങളും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് മുത്ത് ഹബീബിനോട് ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ അമൽ, എനിക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാമായിരുന്നല്ലോ എന്ന രൂപത്തിൽ മഹാനവറുകൾ ചിന്തിച്ചിരുന്നു. മഹാനവറുകൾ ഒരു ദിവസം പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് മഹാനവറുകളെ നരകം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ അത് കണ്ട മാത്രയിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. അപ്പോൾ മറ്റൊരു മലക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ടല്ലോ, തുറാ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളൊരിക്കലും നരകത്തിലേക്ക് കടക്കുന്ന ആളല്ല. ഇങ്ങനെ ഈ സ്വപ്നം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനവറുകളുടെ സഹോദരിയാകുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ, മുത്തുനബിയുടെ ഭാര്യയാകുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ വഴി മുത്തുനബിയോട് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമർ റജുലു അബ്ദുള്ള നല്ല ആളാണ്, നല്ല സാലിഹായ മനുഷ്യനാണ്. ലൗകാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന നിലക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് മഹാന്മാർ വിശദീകരിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാവുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തഹജ്ജുദ് നിസ്കാരം അതിൽ കാരണമാണെന്ന് ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനവർ ചരിത്രം പറയുന്നുണ്ട്, മുത്തുനബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ സമയമല്ലാതെ രാത്രി കാലത്ത് ഉറങ്ങാറുണ്ടായിരുന്നില്ല. ദീർഘസമയം തഹജ്ജുദ് നിസ്കാരം, ഖുർആൻ ദിക്റുമായി മഹാനവർ കഴിഞ്ഞുകൂടിയിരുന്നു. നമുക്കും നേരം പുലരുന്നത് വരെ ദിവസവും തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഒരല്പസമയമെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കാരം കൃത്യമായി ദിവസം നിർവഹിക്കാൻ സാധിച്ചാൽ നമുക്കും അള്ളാഹുവിൻ്റെ മഹൽ ഫള് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരുണ്യവാനായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.